പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് പകൽക്കാലം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 24-ാം വാക്ക് ഇങ്ങനെ പറയുകയാണ്: ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഇവിടെ യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെ കുറിച്ചും നമ്മെ പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. എന്നാൽ ഈ വചനത്തെ അനുബന്ധിച്ച് തന്നെ നമുക്ക് ഹല്ലേലൂയ എനിക്ക് ദൈവാത്മാവ് തന്ന ഒരു ദൈവിക ആലോചന ഇതുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഇങ്ങനെയാണ് അതിന്റെ ഹെഡിങ്: അരിമത്തിക്കാരനായ യോസഫിന്റെ കല്ലറ ഇറങ്ങി വന്ന ആ ദൈവശക്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി എവിടെ? അരിമത്തിക്കാരനായ യോസഫിന്റെ കല്ലറയിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ കല്ലറയെ കുറിച്ചും അവിടെ എന്താണ് സംഭവിച്ചതിനെ കുറിച്ചും ഉള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അരിമത്തിക്കാരനായ യോസഫ് എന്ന് പറയുന്ന വ്യക്തി യേശുക്രിസ്തുവിന്റെ രഹസ്യ ശിഷ്യനാണ്. ധനവാനാണ്. ഹല്ലേലൂയ. എന്താ പറയുന്നത്, ശ്രേഷ്ഠ ഒരു മന്ത്രിയായിരുന്നു. ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായ വ്യക്തിയായിരുന്നു യോസഫ്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി, രഹസ്യ ശിഷ്യനായി രഹസ്യത്തിൽ ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് യോസഫ്. അരിമത്തെ എന്ന് പറയുന്ന സ്ഥലത്താണ് യോസഫ് ജീവിക്കുന്നതായതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് അരിമത്തേക്കാരനായ യോസഫ് എന്നാണ്. യോസഫിന്റെ താമസം ഹല്ലേലൂയ അരിമത്യയിലാണ്. ഫസ്റ്റ് സെഞ്ചുറിയിലാണ് എന്ത് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ പറയുന്നത് പറഞ്ഞാല് ഹല്ലേലൂയ ഈ അരിമത്യക്കാരൻ യോസഫ് ജൂയിഷിന്റെ അതായത് യഹൂദന്മാരുടെ വലിയൊരു ധനാഢ്യനായ അധിക സമ്പത്തുള്ളൊരു വ്യക്തിയായിരുന്നു. അത് മാത്രമല്ല ഈ യഹൂദന്മാർ ജെറുസലേം കൗൺസിലുണ്ടല്ലോ, അപ്പൊ അതിനകത്ത് ഒരു അംഗം കൂടിയായിരുന്നു എന്ത് ചെയ്യുക ഈ അരിമത്യക്കാരനായ യോസഫ്. അപ്പൊ യോസഫ് യഹൂദന്മാരെ ഭയപ്പെട്ട് എന്ത് ചെയ്തു? അവിടെ ആ സമയത്ത് റോമൻ അധികാരമാണ്. ആ സമയത്ത് റോമൻ അധികാരമായപ്പോൾ ഹല്ലേലൂയ ഒരു ധൈര്യം എന്ത് ചെയ്യുന്ന ഇല്ലായിരുന്നു യേശുക്രിസ്തുവിനെ ഹല്ലേലൂയ പരസ്യമായിട്ട് ദൈവമായി പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ പരസ്യമായി ദൈവത്തെ സ്വീകരിക്കുവാൻ ഹല്ലേലൂയ യോസഫിന് ഹല്ലേലൂയ ധൈര്യമില്ലായിരുന്നു. എന്നാല് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ മരണശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നു ഹല്ലേലൂയ നമ്മൾ വായിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നത് യോസഫ് യേശുവിന്റെ ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് താൻ വെട്ടി വെച്ചിരിക്കുന്ന പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിൽ വലിയ കല്ലുകൊണ്ട് ഉരുട്ടി വെച്ച ശേഷം പോയി. അപ്പം യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ ഈ യോസഫ് യേശുവിനെ പിൻപറ്റിയില്ല. പകരം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കുന്ന റോമൻ ഗവൺമെന്റിനെ ഭയന്ന് താൻ രഹസ്യത്തിൽ എന്ത് ചെയ്യുക ക്രിസ്തുവിന്റെ ശിഷ്യനായി വരിക. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം എന്ത് ചെയ്തു? ഈ അരിമത്യക്കാരനായ യോസഫിനെ പിടിച്ചു കുലുക്കി. ഹല്ലേലൂയ. ഇനി ഞാൻ എന്ത് ചെയ്യുക? രഹസ്യത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ മുന്നോട്ട് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നോക്കുക, യോസഫിന് ധനാഢ്യനാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, അധികം ഒരുപാട് പൈസയുള്ള വ്യക്തിയാണ് യോസഫ് സ്വന്തമായിട്ട് എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് ഹല്ലേലൂയ ഇന്ന് വരെ ആരെയും അടക്കാത്ത ഒരു പുതിയ സ്ഥലത്ത് ഹല്ലേലൂയ യേശുക്രിസ്തുവിനെ അടക്കുവാൻ ഹല്ലേലൂയ അനുവാദം പീലാത്തോസിന് അനുവാദം ചോദിച്ചിട്ട് യേശുക്രിസ്തുവിനെ പുതിയ കല്ലറയിൽ
അടക്കുവാൻ ഇടയായിത്തീർന്നു. നോക്കുക, യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തില് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. യഹൂദന്മാരെ പേടിച്ചത് രഹസ്യത്തിൽ യേശുവിന്റെ ശിഷ്യനായിരുന്ന അരിമത്തിലെ യോസഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിന് അനുവാദിച്ചു. അതുവരെ ധൈര്യമില്ലാതിരുന്ന ഒരു വ്യക്തി. പക്ഷെ യേശുക്രിസ്തുവിന്റെ മരണം അതായത് ക്രൂശീകരണ സമയത്ത് യേശുക്രിസ്തു മരിച്ച ശേഷം എന്ത് ചെയ്യാം ഹല്ലേലൂയ, ഈ രഹസ്യമായിരുന്ന മനുഷ്യൻ പുറത്തു വരുവാൻ തുടങ്ങി. ഹല്ലേലൂയ, പുറത്തു വന്നു. എന്നിട്ട് അധികാരിയുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും? യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദന്മാർ അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടു കൂടി എന്ത് ചെയ്തു? പൊതിഞ്ഞു കെട്ടി. ഹല്ലേലൂയ. അവനെ ക്രൂശ് സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും, ആ തോട്ടത്ത് മുമ്പ് ആരെയും വെച്ചിട്ടില്ലാത്തൊരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറയ്ക്ക് സമീപം എന്ത് ചെയ്തു? ആ കല്ലറയ്ക്കൽ, പുതിയ കല്ലറയ്ക്ക് എന്ത് ചെയ്യുക? യേശുവിനെ അടക്കി. ഹല്ലേലൂയ. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ജനസമയത്ത് മറ്റുള്ളവർ പറയുന്ന പോലെ എന്ത് ചെയ്യുക? കാലിത്തൊഴുതി കർത്താവ് ജനിച്ചെന്ന് പറയുമ്പോൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ, യേശുക്രിസ്തു എന്താ പറഞ്ഞേ, കാലിത്തൊഴുത്തല്ല ജനിച്ചത്. യേശു ഹല്ലേലൂയ വഴിയമ്പലത്തിൽ, അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് കാലിത്തൊഴുത്തിൽ കിടത്തി എന്നാണ് തിരുവചനം പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞാൽ യേശുവിന്റെ ജനനസമയത്ത് തനിക്ക് കിടക്കുവാൻ ഒരു സ്ഥലമില്ലെങ്കിലും ദൈവിക കൽപ്പന പ്രകാരം, ദൈവിക ആലോചന പ്രകാരമാണ് ക്രിസ്തുവിന്റെ മരണമായതുകൊണ്ട് ഹല്ലേലൂയ തനിക്ക് അടക്കുവാൻ പുതിയ കല്ലറ. അതുവരെ രഹസ്യത്തിൽ നിന്ന മനുഷ്യൻ എന്ത് ചെയ്തു? പുറത്തു വരുവാനിടയായി. ഹല്ലേലൂയ. ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇന്ന് വരെ നമുക്ക് ആശ്രയമായി ആരും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക? ദൈവം പുതിയ വാതിലുകളെ തുറക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതുവരെ മറഞ്ഞിരുന്ന മനുഷ്യനെ പുറത്തേക്ക് ദൈവം കൊണ്ടുവരുവാൻ ഇടയായി. നോക്കുക, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട്. എന്നാൽ അരിമത്തിക്കാരൻ യോസേപ്പ് യേശുവിനെ യേശു മനുഷ്യനോടൊപ്പം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. കർത്താവ് ഹല്ലേലൂയ യേശുവിനെ ആ കല്ലറയെ കൊണ്ട് അടക്കിയ ശേഷം വലിയൊരു കല്ല് ഉരുട്ടി വെച്ച ശേഷം എന്ത് ചെയ്യുക? യോസേപ്പ് പോയി. പക്ഷേ എന്നാൽ യേശുവിനെ ആ കല്ലറയ്ക്കകത്ത് ഇനി ഉയർക്കത്തില്ല എന്നൊരു വിചാരത്തിലായിരിക്കാം, ചിന്തയിലായിരിക്കാം യോസേപ്പ് എന്ത് ചെയ്തത്? ആ കല്ലറയിൽ കല്ലുരുട്ടി വെച്ചിട്ട് പോയത്. മാത്രമല്ല, യേശുവിനെ ആരും എടുത്തുകൊണ്ട് പോകരുത് എന്നൊരു നിയമത്തിൽ, എന്നൊരു വിചാരത്തിന്റെ വലിയൊരു കല്ല് ഉരുട്ടി മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യൻ തന്നെ വഴികളെ തുറക്കുകയും മനുഷ്യൻ തന്നെ എന്ത് ചെയ്യുക? കല്ല് ഉരുട്ടി വെക്കുകയും ചെയ്യും. എന്നാല് ഈ കല്ലിനെയും ഈ കല്ലറയെയും ഭേദിച്ച് ആ അരിമത്തേക്കാരൻ യോസേപ്പ് യേശുവിന് വേണ്ടി ഒരുക്കിയ കല്ലറയില് മരണത്തിന് പിടിച്ചു വെക്കുവാൻ കഴിയാതെ, മരണത്തിന് അസാധ്യമായത് ഹല്ലേലൂയ യേശുവിനെ ദൈവം എന്ത് ചെയ്യുക? മരണപാശങ്ങൾ അഴിച്ച് യേശുവിനെ ഉയർപ്പിച്ചു. മരണത്തിന്റെ പാശങ്ങളെ, മരണത്തിന്റെ കയറുകളെ കർത്താവ് അഴിച്ചെന്ത് ചെയ്തു? യേശുവിനെ പുറത്തുവന്നു. എന്നാൽ നിങ്ങൾ ചോദിക്കുക, യേശു മനുഷ്യനായാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? പൂർണ്ണ മനുഷ്യനായി വന്നു. എന്നാൽ ദൈവമാണ്. ഒപ്പം എന്ത് ചെയ്യുക? പൂർണ്ണ മനുഷ്യനായി മരണം വരെ എന്ത് ചെയ്തു? പൂർണ്ണ മനുഷ്യനായിരുന്നു. എന്നാൽ മരണശേഷം യേശു എന്ത് ചെയ്തു? പൂർണ്ണ ദൈവമായി, ക്രിസ്തുവായി കർത്തൃത്വം ചെയ്യുന്നവനായി ഇന്ത്യയെ പുറത്തു വരുവാനിടയായി. നോക്കുക, നമുക്ക് ഈ വായിക്കുവാൻ കഴിയുമ്പോൾ അരിമത്തേക്ക യോസേപ്പ് കല്ലറയുന്ന ദൈവശക്തിയെ കുറിച്ച് നമ്മൾ, ആ ദൈവശക്തി എന്ത് ചെയ്തു? മരണത്തിൽ നിന്ന് പുറത്തു കൊള്ളുന്ന ശക്തിയാണ്. ആ ദൈവശക്തി ജീവനിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ദൈവശക്തിയാണ്. നാം ഏതൊക്കെ ബന്ധനങ്ങളില്, ഏതൊക്കെ കയറുകൊണ്ട് നമ്മെ ബന്ധിച്ചാലും ദൈവത്തിന്റെ ശക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ, ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ കയറുകളെ അറുത്ത്, നമ്മുടെ ബന്ധനങ്ങളെ അറുത്ത് ഹല്ലേലൂയ നമ്മെ കുരുക്കിയിരിക്കുന്ന കുരുക്കുകളിൽ നിന്ന് കർത്താവ് അഴിച്ച് പുറത്തു കൊണ്ടുവരാൻ ഇടയാകും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഇവിടെ ദൈവശക്തി ഹല്ലേലൂയ പറയുന്നത്. പുനരുത്ഥാനത്തിന്റെ ശക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പുനരുത്ഥാന ശക്തി എവിടൊക്കെ ചലിച്ചിട്ടുണ്ടോ അവിടൊക്കെ ജീവൻ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കാണുവാൻ 37 ഹല്ലേലൂയ എസ്കേലിനെ കുറിച്ച് 37 പറയുകയാണ് ഹല്ലേലൂയ
ശക്തി അസ്ഥിയോട് ചേർന്നു. ദൈവത്തിന്റെ ആത്മാവ് അസ്ഥി താഴ്വരയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകൻ അസ്ഥി താഴ്വര നിൽക്കുമ്പോൾ, അവന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അസ്ഥി താഴിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ, അവിടെ അസ്ഥികൾ യോജിപ്പാനിടയായി, അസ്ഥികൾ ഒന്നു ചേരുവാനിടയായി, അസ്ഥികൾക്ക് ജീവൻ വെക്കുവാനിടയായി. മരിച്ചു കിടന്നിരുന്ന ഹല്ലേലൂയ അസാധ്യമെന്ന് പറഞ്ഞിരുന്ന ആ പ്രവൃത്തികൾക്ക് അല്ലെ അസ്ഥി താഴ്വരയിൽ ജീവൻ വെക്കുവാനിടയായി. പ്രിയരെ, ദൈവത്തിന്റെ ശക്തി നിങ്ങളിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ നേടിയിടുന്നെങ്കിൽ, നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ശക്തി നേടിയിടുമ്പോൾ ഹല്ലേലൂയ ഇല്ലാത്തത് ഉളമായി വന്നു. മറിയ ഗർഭം ധരിക്കുവാനിടയായിരുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തി എവിടെയൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ശക്തി നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ സാക്ഷികളായി തീരും. ഇവിടെ മരണപാശങ്ങളെ അഴിച്ചു. ഹല്ലേലൂയ. യേശുക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനായ ദൈവം ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയപ്പോൾ ക്രിസ്തുവിനെ മരിച്ചവരുടെയിൽ എന്ത് ചെയ്യുക? ഉയർപ്പിച്ചു. മരണം മാത്രമല്ല, രോഗം ഏത് വിഷയങ്ങളാണെങ്കിലും ഈ ദൈവശക്തി നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ എന്ത് ചെയ്യാം? നമുക്ക് ഹല്ലേലൂയ നമ്മെ അവിടെ ഒതുക്കിക്കളയുവാൻ കഴിയത്തില്ല. പ്രിയരെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അരിമത്ഥ്യക്കാരൻ യോസേഫ് രഹസ്യ ശിഷ്യനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ മരണശേഷം എന്ത് ചെയ്തു? ഹല്ലേലൂയ പുറത്തു വരുവാനിടയായി. അവൻ എന്ത് ചെയ്യാ? പ്രൊക്ലെയിം ചെയ്തു. അവൻ ഹല്ലേലൂയ ഉറപ്പിച്ചു. ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ശക്തിയെ ദൈവത്തെ എന്ത് ചെയ്തു? ഹല്ലേലൂയ മറഞ്ഞിരുന്നവൻ പുറത്തു വന്നു. 2 എന്ന് പറയുന്നത് അതൊരു രഹസ്യത്തിലായിരുന്നു. പക്ഷേ കർത്താവിന്റെ മരണശേഷം ഹല്ലേലൂയ എന്തിന്? ഇതിനു വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ ഹല്ലേലൂയ യോസേഫിനെ മറച്ചു വെച്ചിരുന്ന ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ എന്ത് ചെയ്യുക ഇത്രയും നാളും എന്ത് ചെയ്യുക മറഞ്ഞിരുന്ന. സ്തോത്രം. നമുക്കറിയാം ഹല്ലേലൂയ അരിമത്ഥ്യക്കാരൻ യോസേഫിന്റെ കല്ലറ ദൈവശക്തി ഇറങ്ങിയപ്പോൾ ഇരുട്ടിനെ മാറ്റുവാനിടയായി, വെളിച്ചം അവിടെ ഉദിക്കുവാനിടയായി, മരിച്ചവൻ പുറത്തു വരുവാനിടയായി, കെട്ടഴിഞ്ഞ് പുറത്തു വരുവാനിടയായി. നോക്കുക, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പുതിയൊരു ജീവിതത്തിന്റെ പുതിയൊരു രക്ഷയുടെ സുവിശേഷമാണ് അവിടെ നമുക്ക് എന്ത് പറയുവാൻ കഴിയുന്നത്. പുതിയ പുനരുത്ഥാനത്തിന്റെ ശക്തി അവിടെ ചലിക്കുവാനിടയായി, ജീവിപ്പിക്കുന്ന ആത്മാവ് അവിടെ എന്ത് ചെയ്യുക? പുറത്തു വന്നു. ഹല്ലേലൂയ. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് പുനരുത്ഥാനത്തിന്റെ പുതിയ ജീവിതത്തിന്റെ എന്ത് ചെയ്യുക മാറുവാനിടയായി. മാനവരാക്ഷ രക്ഷയ്ക്കുള്ള വഴി എന്ത് ചെയ്തു? ഇതിലേക്കൂടെ തുറക്കുവാനിടയായി. ഹല്ലേലൂയ. ഏത് പ്രവൃത്തികളെക്കാളും അധികാരികളെക്കാളും ദൈവത്തിന്റെ ശക്തിയാണ് വലുത്. ഹല്ലേലൂയ. ഏതൊക്കെ മനുഷ്യൻ നമ്മളെ ഒതുക്കി വെച്ചാലും നിശ്ചയമായും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ അതിനെയൊക്കെ പൊട്ടിച്ചെന്തിയ പുറത്തെടുക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ തിരുവചനം കേൾക്കുന്ന വ്യക്തികളോട് എനിക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഒതുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തടസ്സമായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നെങ്കിൽ, ഏതെങ്കിലുമൊക്കെ മേഖലയിൽ മുന്നേറാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മരിച്ച അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ചലനമറ്റ അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അവിടേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ ക്രിസ്തുവിനെ മരിച്ചിടയിൽ ഉയർപ്പിച്ചതുപോലെ നിങ്ങളുടെ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയാകും. രോഗത്തിന്റെ അവസ്ഥകളാണെങ്കിലും കുടുംബത്തിന്റെ അവസ്ഥകളാണെങ്കിലും ഏത് സാഹചര്യങ്ങളാണെങ്കിലും നിശ്ചയമായും ശുശ്രൂഷ മേഖലയാണോ, കുടുംബജീവിതമാണോ, സാമ്പത്തിക മേഖലമാണോ, മാനസികമേ, അവിടെ നിന്നൊക്കെയും വിടുവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ അരിമത്ഥ്യക്കാരൻ യോസേഫിന്റെ കല്ലിറങ്ങി വന്ന ദൈവത്തിന്റെ ശക്തി കഴിയും. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ ഹല്ലേലൂയ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ വിടുതൽ കാണുവാനിടയാകും. പൂർണ്ണമായും ആ ദൈവത്തിന്റെ ആത്മാവിന് കീഴട കൊടുക്കുമെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ കീഴടങ്ങുമെങ്കിൽ നിങ്ങളുടെ ജീവിത ദൈവപ്രവൃത്തികളെ കാണുവാനിടയാകും. സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.